പാലക്കാട് ഒറ്റപ്പാലം നഗരസഭയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് മണ്ണുമായി എത്തിയ ലോറികൾ തടഞ്ഞ ബി.ജെ.പി. പ്രവർത്തകർ. ബയോ മൈനിംഗ് നടത്തേണ്ട സ്ഥലത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുഴിച്ചിട്ടതായി ബി.ജെ.പി. പ്രവർത്തകർ കണ്ടെത്തിയിരുന്നു. ഇതിലെ അഴിമതി മറച്ചുവെക്കാനാണ് മാലിന്യ സംസ്കരണശാലയിൽ നിന്ന് മണ്ണ് കടത്തുന്നതെന്നാണ് ബി.ജെ.പിയുടെ ആരോപണം. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഈ വിഷയത്തിൽ നഗരസഭ ഏത് തരത്തിലുള്ള വിശദീകരണമാണ് നൽകുന്നത്? നഗരസഭയുമായി ബന്ധപ്പെട്ട് വിശദീകരണമൊന്നും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ പാലക്കാട് ഒറ്റപ്പാലം പനമണ്ണ ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ ബയോ മൈനിങ് നടത്തേണ്ട സ്ഥലത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുഴിച്ചിട്ടത് ബി.ജെ.പി. പ്രവർത്തകർ കണ്ടെത്തിയത്. ബയോ മൈനിങ്ങിനായി കോടികൾ സ്വകാര്യ കമ്പനിക്ക് നൽകിയിട്ടുള്ളപ്പോൾ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുഴിച്ചിട്ടതിലൂടെ കോടികളുടെ അഴിമതി നടന്നിട്ടുള്ളത് എന്നാണ് ബി.ജെ.പിയുടെ ആരോപണം. എന്നാൽ അതിനിടെ ഇന്നും ഈ മാലിന്യ സംസ്കരണശാലയിലേക്ക് മണ്ണ് കയറ്റി ലോറികൾ എത്തിയതോടെ ബി.ജെ.പി. പ്രവർത്തകർ ലോറികൾ തടയുകയായിരുന്നു. വയനാട്ടിലെ പ്ലാസ്റ്റിക് സംസ്കരണ കേന്ദ്രത്തിൽ ബയോമൈനിങ് നടന്നു എന്ന് നഗരസഭ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഈ പ്രദേശത്ത് കാണുന്ന പ്ലാസ്റ്റിക് അതിനെന്ത് മറുപടിയാണ് നൽകുക എന്നുള്ളതാണ് ബി.ജെ.പി. ചോദിക്കുന്നത്. മാത്രമല്ല പിന്നീട് ASP അച്യുത് അശോക് സംഭവ സ്ഥലത്തെത്തുകയും യാതൊരുവിധ രേഖകളുമില്ലാതെ മണ്ണുമായി വന്ന വാഹനങ്ങൾ കസ്റ്റഡിയിൽ എടുക്കണമെന്ന് ബി.ജെ.പി. പ്രവർത്തകർ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു. സ്ഥലത്തെത്തിയ നഗരസഭ ഹെൽത്ത് സൂപ്പർവൈസർ വാഹനം വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും വാഹനം കസ്റ്റഡിയിൽ എടുക്കാതെ തിരിഞ്ഞു പോകില്ലെന്ന ആവശ്യത്തിൽ ഈ ബി.ജെ.പി. പ്രവർത്തകർ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇതോടെ നഗരസഭ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാം എന്ന് ഒരു തീരുമാനിച്ചിട്ടുണ്ട്. അതുകൂടാതെ വില്ലേജ് ഓഫീസർ വാഹനങ്ങൾ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ബയോ മൈനിങ് നമുക്കറിയാം, സാധാരണ ബയോ മൈനിങ് നടത്തുമ്പോൾ അതിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിച്ചുകൊണ്ടാണ് അതിന്റെ പ്രവർത്തികളൊക്കെ നടത്താറുള്ളത്. പക്ഷെ ഇവിടെ ഈ മന്ത്രി MP രാജേഷ് പങ്കെടുക്കുന്ന ഒരു പരിപാടിയുടെ ഭാഗമായി മണ്ണ് മാറ്റിയപ്പോഴാണ് മണ്ണിനടിയിൽ ഇത്തരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുഴിച്ചിട്ട നിലയിൽ കാണുന്നത്. ഇത് ഏകദേശം 8 കോടിയോളം രൂപ ഈ ബയോ മൈനിങ്ങിന് വേണ്ടി ഒറ്റപ്പാലം നഗരസഭ വകയിരുത്തിയിട്ടുണ്ട്. എന്നിരിക്കെയാണ് ഇത്രയും കോടികൾ സ്വകാര്യ കമ്പനിക്ക് നൽകിയിട്ടും ബയോ മൈനിങ് നടത്തി എന്ന് അവർ അവകാശപ്പെടുമ്പോഴും ഈ മണ്ണിനടിയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കാണുന്നു എന്നുള്ളത് അത് ആ പദ്ധതിയിലെ തന്നെ അഴിമതിയാണ്. അതിന് നഗരസഭ അധികൃതർ ഉൾപ്പെടെ ഉത്തരവാദിയാണ് എന്നുള്ളതാണ് ബി.ജെ.പി. ഉന്നയിക്കുന്നത്. ശരിയാണ്.